ലൈംഗിക അതിക്രമ കേസിൽ മുൻമന്ത്രി നീല ലോഹിതദാസൻ നാടാരെ വെറുതെ വിട്ട് ഹൈക്കോടതി. വനംവകുപ്പ് മുൻ ചീഫ് കൺസർവേറ്റർ പ്രകൃതി ശ്രീവാസ്തവയുടെ പരാതിയിലെടുത്ത കേസിലാണ് നടപടി. വിവരങ്ങളുമായി ഷപ്ന, എന്തൊക്കെയാണ് വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട? ലക്ഷ്മി, നീലലോഹിതദാസ് നാടാർക്കെതിരെ ഒരു ആരോപണം ഉയരുകയും മന്ത്രിയായിരിക്കുമ്പോൾ ഇത്തരത്തിൽ ആരോപണം ഉയരുന്നതിന് ശേഷമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട വിചാരണ നടന്നിരുന്നത്. വിചാരണ കോടതി 1 വർഷത്തേക്ക് തടവിന് ശിക്ഷിക്കുകയും ചെയ്തിരുന്നു. ഇതിനെതിരെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി ഇപ്പോൾ ഏതായാലും ഈ കേസിൽ ഇദ്ദേഹത്തെ വെറുതെ വിട്ടിരിക്കുന്നു. ഇതിൽ പ്രോസിക്യൂഷന് കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ സാധിച്ചില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസിൽ വെറുതെ വിട്ടിട്ടുള്ളത്. ഈ നീലലോഹിതദാസ് നാടാരെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു ആരോപണം വന്നതിനെ തുടർന്ന് വലിയ വിവാദങ്ങൾ അക്കാലങ്ങളിൽ ഉണ്ടാകുകയും അതിനുശേഷം ശിക്ഷയിലേക്ക് അടക്കം പോവുകയും ചെയ്തിരുന്ന കേസായിരുന്നു. ഏതായാലും ഹൈക്കോടതിയിൽ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അപ്പീൽ സമർപ്പിച്ചിരുന്നു. ഈ അപ്പീലിലാണ് ഇന്നിപ്പോൾ കോടതി വിധി പറഞ്ഞത്. ഏതായാലും തെളിവ് ഇല്ല എന്ന കാരണത്താലാണ് ഇപ്പോൾ വെറുതെ വിട്ടിട്ടുള്ളത്. ഈ കേസിന് ആസ്പദമായ സംഭവം എന്നായിരുന്നു? അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി ഷബ്ന. ലക്ഷ്മി, ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, പ്രകൃതി ശ്രീവാസ്തവയുടെ പരാതിയിലായിരുന്നു ഈ കേസ് രജിസ്റ്റർ ചെയ്തത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ വനം വകുപ്പ് മുൻ ചീഫ് കൺസർവേറ്റർ ആയിരുന്നു. ഇവരുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും മന്ത്രി മോശമായി പെരുമാറി എന്നതായിരുന്നു ആരോപണം. അതിനുശേഷമാണ് ഇത് സംബന്ധിച്ച അന്വേഷണത്തിലേക്ക് പോകുന്നത്. പിന്നീടാണ് വിചാരണ കോടതി ഇദ്ദേഹത്തെ ശിക്ഷിക്കുന്നത്. അതിനുശേഷം ഈ വിചാരണ കോടതിയുടെ ഉത്തരവിനെതിരെയാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഹൈക്കോടതിയെ സമീപിച്ച സമയത്താണ് ഇപ്പോൾ കോടതി വെറുതെ വിട്ടിട്ടുള്ളത്. ഷപ്നയാണ് വിവരങ്ങൾ പങ്കുവച്ചത് ലീഗൽ ഡെസ്കിൽ നിന്ന്.